8-ാം വാക്യം ആദ്യം വായിച്ചേ, എന്നിട്ട് 13-ാം വാക്യം പിന്നീട് വായിച്ചേ. ആ 13-ാം വാക്യം എടുത്ത് വായിച്ചാട്ടെ. ആ ആ മതി. ആ 8-ാം വാക്യത്തിൽ ഏലിയാവും പുതപ്പുപയോഗിക്കുക, 13-ാം വാക്യത്തിൽ എലീശയും പുതപ്പുപയോഗിക്കുക. എന്തേലും വ്യത്യാസമുണ്ടോ എന്നാ ഞാൻ ചോദിച്ചേ. നിങ്ങൾക്ക് ഒരു തോന്നലും ഉണ്ടാകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. ഒന്നുകൂടെ 8-ാം വാക്യം നോക്കിക്കേ. ഏലിയാവെങ്കിൽ നിന്ന് വീണ പുതപ്പെടുത്ത് 13-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. മടങ്ങിച്ചെന്ന് യോർദാനരികെ നിന്നു. 8-ാം വാക്യത്തിൽ വായിച്ചു, അപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പെടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് എന്ത് ചെയ്തു? പിരിഞ്ഞു. 8-ാം വാക്യത്തിൽ ഒരു കാര്യം കാണുന്നുണ്ട്. ഏലിയാവ് പുതപ്പ് മടക്കി വെള്ളത്തെ അടിച്ചു. ഏലീശ മടക്കി എന്നൊന്നും കാണുന്നില്ല. ഏലീശ പുതപ്പ് കൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്തേ ഉള്ളൂ? വെള്ളത്തെ അടിച്ചു. പക്ഷെ 8-ാം വാക്യത്തിൽ എടുത്തെഴുതിയിരിക്കുക, ഏലിയാവ് പുതപ്പ് മടക്കി വെള്ളത്തെ എന്ത് ചെയ്തു? അടിച്ചു. ഈ ഇത്ര വലിയൊരു കാര്യമാണോ? മടക്കുകയും മടക്കാതിരിക്കുകയും ഇഷ്ടം പോലൊക്കെ ചെയ്യത്തില്ലേ? ഇതൊരു കാര്യമാണേ. ഈ കാര്യം മനസ്സിലാകണമെങ്കിൽ യഹൂദന്റെ ചരിത്ര പശ്ചാത്തലം ഇച്ചിരി മനസ്സിലാക്കണം. ഒരു യഹൂദനായ ഒരു മനുഷ്യനെ നിങ്ങളുടെ വീട്ടിൽ ഒരു പണിക്ക് വിളിച്ചാൽ, ഇച്ചിരൂടെ പറഞ്ഞാൽ യഹൂദനായ ഒരു കാർപ്പന്റർ, യഹൂദനായ ഒരു ആശാരി നിങ്ങളുടെ വീട്ടിലെ പണിക്ക് വിളിച്ചാൽ, പുള്ളിക്കാരൻ വരുന്ന കൂട്ടത്തിൽ ഉള്ളിയും ചുള്ളിയും കൊണ്ടുവരിക്കും. പക്ഷെ ആ കൂട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? ഒരു ടവലൂടെ, ഒരു ടർക്കിയൂടെ കൊണ്ടുവരും. വേർപ്പ് തുടയ്ക്കാനും സാധനങ്ങൾ തൂക്കാനും ഒക്കെ ആയിരിക്കാം ഒരു പക്ഷെ ഉപയോഗിക്കുന്നത്. പക്ഷേ ആ വീട്ടിൽ നിങ്ങൾ വിളിച്ചിരിക്കുന്നത് ഒരു മേശ പണിയാനാണെങ്കിൽ, ആ മേശയുടെ പണി തീർന്നു കഴിയുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? പണി തീർന്ന സാധനത്തിന്റെ മുകളിൽ ആ പുതപ്പ് മടക്കി വെക്കും. അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറയുക, എന്റെ പണി തീർന്നു എന്നതിന്റെ അർത്ഥം. അപ്പം ഏലിയാവ് പുതപ്പ് മടക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഏലിയാവ് പറയുക, എന്റെ പണി എന്ത് ചെയ്തു? തീർന്നു. എലീശ പുതപ്പ് മടക്കിയില്ല. എലീശ പറയോ, എന്റെ പണി തീർന്നിട്ടില്ല, എന്റെ ശുശ്രൂഷ എന്ത് ചെയ്തിട്ടേ ഉള്ളൂ? തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ശരിക്കും മനസ്സിലാകണമെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരണം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സഭയ്ക്ക് ഈ ഒരു ചിന്തയുടെ ചുവട് പിടിച്ച് ഒരു വലിയ മർമ്മം മനസ്സിലാക്കാൻ പറ്റുമെന്ന് വായിച്ചാട്ട്. യോഹന്നാൻ 20:7. അവന്റെ പിന്നാലെ ശീമോൻ പത്രോസും വന്ന് കല്ലറയിൽ കിടന്നു. ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ടൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. യേശുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവരോട് കല്ലറ വന്നു. കല്ലറ വന്നപ്പോൾ കണ്ട കാര്യ, ശീലകൾ ഒരു വശത്ത് കിടക്കുന്നു. ശീലകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? യേശുവിന്റെ ശരീരത്തിൽ ചുറ്റിയിരുന്ന തുണി. ശീലകൾ കിടക്കുന്നത് പോലെ കിടക്കാതെ റൂമാൽ ഒരു വശത്തിരിക്കുന്നു. റൂമാലിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? യേശുവിന്റെ തല ചുറ്റിയിരുന്ന തുണിയാ റൂമാൽ. അതെങ്ങനെ വെച്ചിരിക്കുകയെന്നറിയോ? ശീലകൾ കിടക്കുന്നത് പോലെ അല്ലത് കിടക്കുന്നത്. അതൊരിടത്ത് എങ്ങനെ വെച്ചിരിക്കുക? ചുരുട്ടി വെച്ചിരിക്കുക. ചുരുട്ടുക എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾക്കറിയാം, മടക്കുക. അർത്ഥം ഇതാ, തലയാകുന്ന ക്രിസ്തു പറയുക, എന്റെ ശുശ്രൂഷ തീർന്നു, അതുകൊണ്ട് തലയിലെ പുതപ്പ് മടക്കിയിരിക്കുന്നത്. പക്ഷേ ശരീരത്തിലെ പുതപ്പ് എന്ത് ചെയ്തില്ല? മടങ്ങിയില്ല. കാരണം സഭയാകുന്ന ശരീരത്തിന്റെ കയ്യില് ഒരു പുതപ്പ്. എങ്ങനത്തെ പുതപ്പ? ഉറക്ക പറ.
മടങ്ങാത്ത പുതപ്പ് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അധികാരങ്ങളെ കീഴടക്കുവാൻ, കർത്തൃത്വങ്ങളെ കീഴടക്കുവാൻ, അന്ധകാരത്തെ ഉടയ്ക്കുവാൻ മടങ്ങാത്ത ഒരു പുതപ്പ് സഭയെ ഏൽപ്പിച്ചിരിക്കുക. ആ സഭയുടെ പുതപ്പ് മടങ്ങിയിരുന്നെങ്കിൽ, യേശുവിന്റെ ശരീരത്തിലെ ആ ശീലകളും മടക്കി വെച്ചിരുന്നെങ്കിൽ ഉറപ്പ് അതിനപ്പുറത്തൊരു ശുശ്രൂഷ എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ശരീരത്തെ പുതപ്പ് മടക്കിയിട്ടില്ല. ശരീരത്തെ ഒരു പുതപ്പ് ദൈവം ഏൽപ്പിച്ചിരിക്കുക. സഭയാകുന്ന ശരീരത്തെ ഒരു പുതപ്പ് സ്വർഗ്ഗം ഏൽപ്പിച്ചിരിക്കുക. എന്തിനു വേണ്ടിയെന്നറിയാം? അന്ധകാരത്തെ കീഴടക്കുവാൻ, എരിഹോവിനെ തകർക്കുവാൻ, യോർദാനെ പിളർത്തുവാൻ, ഇന്ന് വരെ ചെയ്യാത്ത അത്ഭുതത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യുവാൻ എത്ര പേര് രാത്രി പുതപ്പറ്റെടുക്കുവാൻ തയ്യാറാ? എല്ലാ കണ്ണുകളും അടച്ചാട്ട്, എല്ലാ തലകളും അടക്കിക്കാട്ട് ഇന്ന് രാത്രി ദൈവം നിന്നെ ഏൽപ്പിക്കുന്ന അഭിഷേകത്തിന്റെ പുതപ്പ് പ്രാപിക്കുവാൻ തയ്യാറുള്ള ദൈവമക്കൾ കണ്ണുകളെ അടച്ചാട്ട് വളരെ ശാന്തമായി ഇന്ന് രാത്രി ദൈവവചനം നാം കേട്ടുകഴിഞ്ഞു. ഈ പുതപ്പ് സഭയുടെ പുതപ്പായത് സഭയുടെ പുതപ്പ് പ്രാപിക്കുവാൻ ഇന്ന് രാത്രി കാഴ്ചപ്പാടുള്ള എത്ര ദൈവമക്കൾ നിന്റെ അകത്തിരിപ്പുണ്ട്. ഈ രാത്രി പരിശുദ്ധാത്മാവനോട് പറയുക, ഉപവാസ പ്രാർത്ഥനയുടെ 2ാം രാത്രിയിൽ സഭയുടെ പുതപ്പ്, ഈ കാലഘട്ടത്തിന്റെ പുതപ്പ്, അഭിഷക്തമായ പുതപ്പ് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഏൽപ്പിക്കുവാൻ പോകുക. അന്ധകാരത്തെ കീഴടക്കുന്ന, ആവിചാരത്തെ കീഴടക്കുന്ന, അന്യാരാധന കീഴടക്കുന്ന, കൂടോത്ര മന്ത്രവാദ അന്യാരാധന ശക്തികളെ ക്ഷയിപ്പിക്കുന്ന ആത്മാവിന്റെ പുതപ്പ് സഹോദരന്മാരെ നിങ്ങളിൽ എത്ര പേര് പ്രാപിക്കുവാൻ തയ്യാറാണ്? വാതുറന്ന് കർത്താവിനോട് പ്രതികരിച്ചു തുടങ്ങിയാണ്. ഇന്ന് രാത്രിയിൽ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളായി സഭയ്ക്കകത്ത് ദൈവം അയക്കുന്ന അഭിഷേകത്തിന്റെ വിടുതലുകൾ, ഈ കാലഘട്ടത്തിന്റെ വിടുതലുകൾ നിങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ ആത്മാവ് ആഗ്രഹിക്കുന്നു. ബന്ധപ്പാടോട് ഓടിവാ, ബന്ധപ്പാടോട് ഓടിവാ, ബന്ധപ്പാടോട് ഓടിവാ, ബന്ധപ്പാടോട് പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടാണ് നീ പുതപ്പ് പ്രാപിക്കാത്തത്? എവിടൊക്കെയോ ശുദ്ധീകരണത്തിന്റെ ആവശ്യകത ഈ രാത്രി ദൈവാത്മാവ് കാണുകയ. എവിടൊക്കെയോ ഉടമ്പടിയിലേക്ക് മടങ്ങി വരേണ്ടതിന്റെ ആവശ്യകത ദൈവാത്മാവ് കാണുകയ. എവിടെയൊക്കെയോ ആരാധനയ്ക്ക് കൊടുക്കേണ്ട ആ പ്രാധാന്യത കൊടുക്കാത്തത് ദൈവാത്മാവ് കാണുക. ഈ രാത്രി ആരാധനയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യതയോട്, ശുദ്ധീകരണത്തോട്, ഉടമ്പടിയോട്, വചനവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ രാത്രി അവന്റെ പാദപീഠത്തെ മുട്ടടിക്കുക. അറിയാത്തൊരു പുതപ്പ് ഈ രാത്രി സ്വർഗ്ഗം ഏൽപ്പിക്കാൻ പോകുക. ഇത്രയും നേരം ഞാൻ എല്ലാവരോടും പ്രസംഗിച്ചതോ, പക്ഷേ ഇനി ഞാൻ പറയുന്ന ദൂതോ എല്ലാവരോടുള്ള ദൂതല്ല. സ്വർഗ്ഗം പുതപ്പേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇതിനകത്തിരിപ്പുണ്ട്. ഇന്ന് രാത്രി ഒരു ദൈവശക്തി പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മുട്ടുമടക്കിയ ദൈവത്തോട് പറ, കർത്താവിന്റെ ആത്മാവ് ഇന്ന് വരെ പകരപ്പെടാത്ത ഒരു ദൈവശക്തിക്ക് വേണ്ടി ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. ദൈവജനം ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങിയാണ്. എവിടെയാ പുതപ്പ് ദൈവത്തിനെ ഏൽപ്പിക്കുന്നത്? എനിക്കറിയാം. ഇന്ന് രാത്രി ശക്തമേറിയ ദൈവപ്രവൃത്തി നടക്കാൻ പോവാ. ഇന്ന് രാത്രി ദൈവത്തിനെ ശക്തീകരിക്കാൻ പോവാ. ഒരു പുതപ്പ് ദൈവത്തിന്റെ മേൽ തരാൻ പോവാ. അധികാരങ്ങളെ കീഴടക്കുന്ന, കോട്ടകളെ ഉടയ്ക്കുന്ന, അന്ധകാരത്തെ തച്ചുടയ്ക്കുന്ന, അന്യാരാധനകളെ ജയം നൽകുന്ന, യെരിഹോവിന്റെ മതിലുകളെ തകർക്കുന്ന, പിൻവാങ്ങിപ്പിക്കുന്ന ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ദൈവത്തോട് പ്രതികരിച്ചു തുടങ്ങിക്കാട്ട്. ദൈവശക്തി ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ദൈവാത്മാവിനോട് പ്രതികരിക്കാട്ട്. ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന, താമര കഥകളെ തകർക്കുന്ന, ഇരുമ്പോടാമകളെ കണ്ടിക്കുന്ന, അഭിഷേകത്തിന്റെ ആഴ